ഹലോ. ഓണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കടന്നതാണ്. പനി, ജലദോഷം, തൊണ്ടവേദന, ഒടുക്കത്തെ ചുമ. ഒന്നും പറയാനില്ല. 2 ദിവസമായിട്ടാണ് നീച്ച് നടക്കാനായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതേമാതിരി യൂട്യൂബിലും ഒന്നും വീഡിയോസും ഒന്നും കാണാത്തത്. അപ്പൊ ഇന്ന് നമുക്ക് ഞാൻ ചേന നട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ കുറെ മുന്നേ. ഞാൻ തന്നെ നട്ടതാ. ചേനയും പിന്നെ ബെഡ് ചെയ്ത പ്ലാവും ഒക്കെ നട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ നട്ടൊരു സംഭവം അത് കായ്ക്കുമ്പോൾ അല്ലെങ്കിൽ അത് പറിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ നമുക്കിന്ന് ഞാൻ നട്ട ചേന എന്തായിരുന്നു നോക്കാം. വാ. അപ്പൊ അങ്ങനെ ചേന പറിക്കാൻ പോണ ബിൽഡപ്പാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ അടുക്കളയുടെ വശമാണ്. അവിടെയാണ് ചേന നട്ടിട്ടുള്ളത്. ചേന പറയുമ്പോൾ ഒരുപാട് ചേനയൊന്നുമില്ല, ഒരൊറ്റ ഒന്നേ ഞാൻ നട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞെല്ലാം അതിൻ്റെ മുന്നത്തെ കൊല്ലമൊക്കെ 5-6 നട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ കുഞ്ഞി കുഞ്ഞി ചേനകളും നമുക്ക് കിട്ടിയതാണ്. എൻ്റെ കൈക്കോട്ടൊക്കെ എടുത്ത് പോക്ക് കണ്ടു കഴിഞ്ഞാൽ ചേനയുടെ തോട്ടം പറിക്കാനേ പോണേ തോന്നും. പനി മാറി, ചുമ നല്ലോണം വിട്ടു മാറിയിട്ടില്ല ഗേസ്. സത്യം പറയാലോ, ഈ ചേന പറിക്കുമ്പോഴും ഈ ചേനയുടെ ഇലയൊക്കെ ഇങ്ങനെ വെട്ടി ഞാനിതൊന്നും ഉപയോഗിക്കില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മമ്മേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം അമ്മമ്മയ്ക്ക് ചേന, ചേമ്പ്, മത്തൻ എന്നൊക്കെ പറഞ്ഞ ജീവൻ്റെ ജീവനാണ്. ചേനയുടെ ഒരു ഭാഗം പോലും എൻ്റെ അമ്മമ്മ കളയാറില്ല. ഇല തോരൻ വെക്കും. ഇതേപോലെ ഈ തണ്ട് വെട്ടിയിട്ട് ഇത് മുതിരയൊക്കെ ഇട്ടിട്ട് വെക്കും. ഫ്രിഡ്ജിലൊക്കെ സേവ് ചെയ്ത് വെക്കുമായിരുന്നു അമ്മമ്മ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. അപ്പം അത് കാരണം ഇപ്പം ഇത് പറിക്കുമ്പോഴേക്കും അമ്മമ്മേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അമ്മമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയും. എന്താണ് ഒരു പഴഞ്ചൊല്ല് പറയും, അമ്മമ്മ നല്ലത് നായക്കാകാന്ന്. എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ചേന ഇഷ്ടമാണ്. ചേനയുടെ തണ്ട് ഇലയൊന്നും അങ്ങനെ കാര്യമായിട്ട് ഞാൻ എടുക്കാറൊന്നുമില്ല. എന്നെക്കൊണ്ട് പറ്റണില്ല ഗൈഡ്സ്. ചേന പറിക്കാൻ എന്നെക്കൊണ്ട് പറ്റണില്ല. വലിയ ആളായിട്ട് പോയതാണ്. പക്ഷെ നമ്മളങ്ങനെ തോറ്റു പിന്മാറാൻ പറ്റില്ലല്ലോ. നമുക്ക് ചേന പറിച്ചേ പറ്റൂ. അങ്ങനെ ഞാൻ ആഞ്ഞ് ശ്രമിച്ചിട്ട് കണ്ടോ, ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. കിട്ടി ചേന കിട്ടി. ചേനയൊക്കെ പറിച്ചു. ഏകദേശം ഒരു 2 കിലോന്റെ അടുത്തുണ്ട്. 2-2.5 കിലോന്റെ അടുത്ത്. ചേന മാത്രല്ല കേട്ടോ, മിറാക്കിളിന്റെ ചെടിയുണ്ട്. പക്ഷെ അത് കായ്ച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് വീഡിയോയിൽ കാണിക്കാത്തത്. മിറാക്കിൾ ഉണ്ട്, പിന്നെ അനാറുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ വെച്ചുണ്ടാക്കിയതാണ്. അപ്പൊ അതൊന്നും അനാറ് പൂത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കായ് വന്നിട്ടുണ്ടായിരുന്നില്ല. മിറാക്കിൾ പിന്നെ പൂത്തിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാനിവിടെ കൊണ്ട് കഴിയുന്നത് ഞാൻ നമ്മളെ വീട്ടിൽ വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഇതാണ് ഞാൻ നട്ട പ്ലാവ്. നിറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞു ചക്കകൾ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, നിറച്ചുണ്ടായിട്ടുണ്ട്. അതിന്റെ മുകളിലോട്ടൊക്കെ നിറച്ചുണ്ട്. ഇതാണ് മിറാക്കിളിന്റെ ചെടി. ഇത് ഒരു 1.5 വർഷമായി നട്ടിട്ട്, പക്ഷെ ഇതുവരെ പൂത്തിട്ടൊന്നുമില്ല. ഇത് പിന്നെ അനാറ്.